അങ്ങനെ നല്ലൊരു മൂന്നാർ ട്രിപ്പ് കയറി തിരിച്ച് വീട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കന്യാകുമാരിയിലേക്ക് പോകണ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം വഴിയാണ് പോയത്. അപ്പം എയർപോർട്ട് വഴി പോയപ്പോൾ മാധൂസിന് പ്ലെയിനൊന്നും കാണാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അതും കാണിച്ച് നേരെ ഞങ്ങൾ ഭീമാപള്ളിയിലും കയറി നേരെ പോയെന്ന് വെച്ചാൽ കന്യാകുമാരിയിലേക്കായിരുന്നു. പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലുള്ള ബോട്ടിലാണ് നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. 75 റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ ചാർജസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് കടൽ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ രീതിയിലുള്ള ബോട്ടായിരുന്നു. പിന്നെ ലൈഫ് ജാക്കറ്റും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ പക്കയായിട്ട് ഉള്ള ഒരു ബോട്ടായിരുന്നു. നമ്മൾ പോയതെന്ന് വെച്ചാൽ വിവേകാനന്ദ പാറയിലേക്കായിരുന്നു. അപ്പം കടൽ വഴിയുള്ള യാത്രക്കിടയ്ക്ക് ബോട്ടുകളൊക്കെ ക്രോസ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ ബോട്ട് നല്ല ആടി വലഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത് ഭയങ്കര റിസ്ക്കിലാണ്. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി ഫീ ആയിട്ട് 30 രൂപയാണ് ഇവിടെ. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പ്രദേശമാണ്, എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള പ്രദേശമാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയാനുള്ളത്. ചെരുപ്പുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നല്ല രീതിയിൽ വൃത്തിയായിട്ടാണ് ഇവിടെയുള്ള ഗാർഡാണെങ്കിലും ഒക്കെ ഇവിടെ നോക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ചുറ്റിനുള്ളത്. എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കന്യാകുമാരിയിൽ എത്തുന്നത്. അപ്പം എനിക്ക് എല്ലാ സ്ഥലങ്ങളും നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.